ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനെ ശക്തമായി എതിർത്ത് ബില്ലിനെതിരെ DMKയുടെ പേരിൽ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിൽ സംസാരിക്കവെയായിരുന്നു ഈ പ്രഖ്യാപനം. മതസൗഹാർദ്ദത്തെ തകർക്കുന്നതാണെന്ന് ആരോപിച്ച് പ്രതിഷേധ സൂചകമായി DMK അംഗങ്ങളും സഖ്യകക്ഷികളും കറുത്ത ബാഡ്ജ് ധരിച്ചാണ് നിയമസഭാ നടപടികളിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ ഭൂരിപക്ഷ പാർട്ടികളും എതിർപ്പ് അവഗണിച്ച് പുലർച്ചെ 2 മണിക്ക് ഭേദഗതി അംഗീകരിക്കുന്നത് ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് സ്റ്റാലിൻ പറഞ്ഞു. 232 MPമാരും എതിർത്ത് 288 അംഗങ്ങൾ അനുകൂലമായുമാണ് വോട്ട് ചെയ്തത്. സഭയിൽ ബില്ലിനെ എതിർത്തവരുടെ സംഖ്യ ചെറുതല്ല, എതിർക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുമായിരിക്കും. 232 MPമാർ എതിർത്ത് വോട്ട് ചെയ്തിട്ടും വഖഫ് നിയമ ഭേദഗതി ലോക്സഭയിൽ പാസാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് കൂട്ടിച്ചേർത്തു. മാർച്ച് 27-ന് തമിഴ്നാട് സംസ്ഥാന നിയമസഭ നിർദ്ദിഷ്ട ഭേദഗതിക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയിരുന്നുവെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. വഖഫ് ബോർഡിന്റെ സ്വയംഭരണാവകാശം നശിപ്പിക്കുകയും ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനെതിരെ തമിഴ്നാട് പോരാടുമെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു.